ഡോക്ടർ മോഹൻ വർഗീസ്, ഈ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കാരണം ഈ പിടിയിലായ ഡോക്ടർമാരടങ്ങുന്ന സംഘം, പ്രത്യേകിച്ച് ഈ ഫരീദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘത്തെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരം, ഇത് കേവലം ഡൽഹിയിൽ ഒരു ചെങ്കോട്ടയുടെ സൈഡിൽ ഉണ്ടായ പോലെ ഒരു സ്ഫോടനമായിരുന്നില്ല അവരുടെ പദ്ധതി. മറിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി ഒരേ സമയങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടത്തുക എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഈ വരുന്ന 25-ാം തീയതി നമുക്കറിയാമല്ലോ, അവിടെ ധ്വജാരോഹണ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. അതോടൊപ്പം തന്നെ റിപ്പബ്ലിക് ദിനാഘോഷം ഇനിയും 2 മാസങ്ങൾ കഴിഞ്ഞാൽ ജനുവരി 26-ന് രാജ്പഥിൽ ഭാരതത്തിൻ്റെ സൈനിക പ്രൗഢി വിളിച്ചോതുന്ന ചടങ്ങ് നടക്കുന്ന സമയത്ത് മറ്റു സ്ഥലങ്ങളിൽ സ്ഫോടനമുണ്ടാക്കി അതിനെ കളങ്കപ്പെടുത്തുക. അപ്പോൾ അത്തരം നീക്കങ്ങളാണ് ഈ ഭീകരവാദികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന ഞെട്ടിപ്പിക്കുന്ന ചില കണ്ടെത്തലുകൾ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഈ ഘട്ടത്തിൽ നടത്തുന്നു. അങ്ങ് എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തെ നോക്കിക്കാണുന്നത്? അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഈ സ്ഫോടനം നടത്തിയ ആളുകളുടെ ഉദ്ദേശം ഒറ്റ ടാർഗറ്റ് എന്നതല്ല എന്നത് ഏതാണ്ട് കൃത്യമായി ഇപ്പോൾ വെളിപ്പെടുത്തപ്പെടുകയാണ്. 32 കാറുകളെങ്കിലും ഇവർ വാങ്ങാൻ പദ്ധതിയിട്ടതായി 20 ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ പണം സമാഹരിക്കാനുള്ള ഡ്രൈവിലായിരുന്നു. 32 കാർസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ 32 ഇടങ്ങളിൽ, ഒരുപക്ഷെ 4 നഗരങ്ങളിൽ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 32 ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള വിശാലമായ പദ്ധതി ആസൂത്രണം ചെയ്യപ്പെട്ടതായി ആണ് പ്രാഥമികമായ നിഗമനം. ഇതോടൊപ്പം തന്നെ 3 പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ഡേറ്റ്സ് ഇവിടെ വെളിപ്പെടുകയാണ്. ഒന്ന്, ഈ മാസം 25-ാം തീയതി അയോധ്യ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് അലങ്കോലമാക്കാനുള്ള ശ്രമമാണോ നടന്നത്? 2, ഈ ഡിസംബർ 6 വളരെ നിർണായകമായ ദിവസമാണ്. ബാബറി മസ്ജിദ് തകർന്നു വീണ ഡിസംബർ 6 ആ ദിവസം വലിയ തോതിൽ ചെങ്കോട്ട ആക്രമണവും മറ്റ് ഇടങ്ങളിലെ ആക്രമണവും എന്ന ഒരു ഏർലി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ജനുവരി മാസം 26-ാം തീയതി 2026 ജനുവരി 26 റിപ്പബ്ലിക് ദിനം അലങ്കോലപ്പെടുത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും. ഇങ്ങനെ മൾട്ടിപ്പിൾ ലെവലിൽ ഈ ഭീകരർ പദ്ധതിയിട്ടതായി കരുതും. കാരണം ആരാലും സംശയിക്കപ്പെടാത്ത രീതിയിൽ ഈ ഡോക്ടേഴ്സ് മൊഡ്യൂൾ, ഫരീദാബാദ് കേന്ദ്രീകൃതമായ അൽഫിലാൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് കൂടിയായ ചില ഡോക്ടർമാർ, അവരിൽ ചിലരെങ്കിലും പുൽവാമ സ്വദേശികളാണ്. കൂടുതൽ അറസ്റ്റുകൾ, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഉൾപ്പെടെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങുമ്പോൾ ഈ പദ്ധതിയുടെ ചുരുൾ അഴിയുകയാണ്. അതായത് ഇവിടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇത് ആരും തന്നെ പാകിസ്ഥാനിൽ നിന്നും കടന്നു വന്ന ഭീകരരല്ല, ഇവിടെ തന്നെയുള്ള ഇന്ത്യൻ പൗരന്മാരാണ്. പലരും കാശ്മീർ സ്വദേശികളുമാണ്. അതുകൊണ്ട് ലഷ്കർ ഇ തോയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടുത്തെ വിദ്യാസമ്പന്നരുടെയും ഇൻ്റലക്ച്വൽസിൻ്റെയും അതുപോലെ പ്രൊഫഷണലുകളുടെയും ഇടയിൽ സജീവമാണ് എന്ന ഒരു ധാരണയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതത്ര ആരോഗ്യപരമായ ഒരു കാര്യമല്ല. കാരണം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അതിർത്തി കടന്നു ചെന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ്. പലപ്പോഴും നമ്മുടെ നേതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തി ഭീകരതയെ ചെറുക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ രാജ്യത്തിനുള്ളിൽ പ്ലാന്റ് ചെയ്യപ്പെട്ട സ്ലീപ്പർ സെല്ലുകൾ കണ്ടെത്തി, അവരുടെ ഉദ്ദേശങ്ങൾ കണ്ടെത്തി അത് തകർക്കുക, ആ സ്ലീപ്പർ സെല്ലുകളെ എക്സ്പോസ് ചെയ്യുക, അവർ കരുതി വെച്ച സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുക, തകർക്കുക. ഒരു വലിയ ദുരന്തമാണ് വഴിമാറിപ്പോയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ്, അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചെടുത്തത്. ഏതാനും കിലോഗ്രാം കൂടി കിട്ടാനുണ്ട്. അതിലുള്ള 80 കിലോഗ്രാമാണ് ഈ I-20 കാറിൽ ഡോക്ടർ ഗുൽ ഉമർ സ്ഫോടനം നടത്താനായി ഉപയോഗിച്ചത്. അതൊരു പക്ഷേ ആകസ്മികമായി നടന്ന ഒരു സ്ഫോടനമായിരിക്കാം. കൃത്യമായ ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാതെ പാനിക് റിയാക്ഷൻ എന്ന നിലയിൽ നടന്നിരിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ ആകമാന ചിത്രം ഇതിൻ്റെ ഗൗരവം കുറച്ച് കൊണ്ടുവരാൻ പര്യാപ്തമല്ല. കാരണം ആകമാന ചിത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ അനവധി ഇടങ്ങളിൽ പാനിക് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ആക്രമണം നടത്താനായി വിശാലമായ പദ്ധതി ഭീകരരുടെ ഭാഗത്തുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നിഗമനം. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ എക്സ്റ്റേണൽ ലിങ്ക് അവർ ഒറ്റയ്ക്ക് ഇത് നടത്താൻ കഴിയുമോ? ബാഹ്യമായ ലിങ്കുകൾ എന്തെല്ലാമാണ്? ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത് പോലെ ജയ്ഷെ മുഹമ്മദിൻ്റെ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? അതുമാത്രമല്ല, ഒരു വനിതാ സ്ക്വാഡ്, ഇപ്പോൾ പിടിക്കപ്പെട്ട ഒരു വനിതാ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഒരു വനിതാ തീവ്രവാദ സ്ക്വാഡും രൂപപ്പെട്ടതായി വിവരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ആഴത്തിൽ വേരുകളുള്ള മൾട്ടിപ്പിൾ ഇടങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിച്ച്
വളരെ ഈ 2022 മുതൽ തന്നെ ഇവർ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങിയെന്നും ഒരുക്കങ്ങൾ തുടങ്ങിയെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടന്ന ഒരു തിരിച്ചടി എന്ന് മാത്രമല്ല, കുറച്ചുകൂടി വ്യാപകമായ അർത്ഥത്തിൽ ലോങ് സ്റ്റാൻഡിംഗ് ഒരുക്കങ്ങളാണ് ഈ ഭീകരർ നടത്തിയത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ. പക്ഷേ കഴിഞ്ഞ ദിവസം കൂടിയ ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതി, അവിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ സമിതി, അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ നിഗമനങ്ങൾ, അതിൻ്റെ തീരുമാനങ്ങൾ അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി വിശദീകരിച്ച കൂട്ടത്തിൽ കൃത്യമായി ഇതൊരു വെറും സ്ഫോടനമല്ല, തീവ്രവാദ ബന്ധമുള്ള സ്ഫോടനമാണ്, ഇതിന് പിന്നിൽ ഭീകരർ തന്നെയാണ് എന്നപ്പോൾ ഭീകരബന്ധം സ്ഥിരീകരിക്കാൻ സർക്കാരാണ്. അങ്ങനെയെങ്കിൽ ഭീകരത ഐഡൻറ്റിഫൈ ചെയ്തു, അങ്ങനെയെങ്കിൽ ആ സംഘടന ഐഡൻറ്റിഫൈ ചെയ്യുകയും ട്രാൻസ് നാഷണൽ ഫോഴ്സസ് ഉണ്ട് എങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ തുടർച്ച ഉണ്ടാകുമോ? എങ്ങനെയാണ് രാജ്യം സുരക്ഷാപരമായി ഈ വിഷയത്തെ നേരിടുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി ആഴത്തിൽ പരിശോധിക്കുന്ന സമയങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ആനന്ദ്. ശ്രീ മോഹൻ വർഗീസ്, ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്നത് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട, അതായത് ഈ വാഹനം ഓടിച്ച ചാവേർ എന്ന് നാം കരുതുന്ന ഉമ്മർ നബി എന്ന കശ്മീർ സ്വദേശി, ഇയാൾ അടുത്ത കാലത്ത് തുർക്കി സന്ദർശിച്ചിരുന്നു എന്നെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും സൈന്യം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആ 3 ദിവസമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഡ്രോൺ വഴിയുള്ള ആക്രമണം, ഭാരതം തിരിച്ചു നടത്തിയിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ, ആ ഘട്ടത്തിൽ പാകിസ്ഥാന് ആയുധങ്ങൾ ഉൾപ്പെടെ നൽകി സഹായിച്ചത് തുർക്കിയാണ് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതാ നോക്കൂ, ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെയും നിഴൽ ചെന്ന് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തുർക്കി പോലെയുള്ള ചില ഇസ്ലാമിക രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ കൂടി അങ്ങയുടെ പ്രതികരണം. യെസ്, ശ്രീ മോഹൻ വർഗീസ്, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ തുർക്കിയുമായി ഈ സ്ഫോടനത്തിനുള്ള ബന്ധം സംബന്ധിച്ചാണ്. കാരണം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നടന്ന ആക്രമണത്തിൽ സ്വയം പൊട്ടിത്തെറിച്ച, അല്ലെങ്കിൽ ആ വാഹനം ഓടിച്ചിരുന്ന ഉമർ നബി എന്ന് പറയുന്ന ഭീകരൻ, ഇയാൾ അടുത്ത കാലത്ത് തുർക്കി സന്ദർശിച്ചിരുന്നു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന് സഹായം നൽകിയ ചുരുക്കം രാജ്യങ്ങളിൽ ഒന്ന് തുർക്കിയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാന് മിസൈലുകൾ ഉൾപ്പെടെ നൽകുന്നതിൽ തുർക്കി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ആ കാലത്ത് പുറത്തു വന്നിരുന്നല്ലോ, ശ്രീ മോഹൻ വർഗീസ്. അതെ, തുർക്കിയുടെ ബന്ധം, ശ്രീ ഗൗതം, തുർക്കിയുമായുള്ള ഈ ഭീകരരുടെ ബന്ധം കൂടുതൽ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിൽ നിന്നും നിരവധി കോളുകളാണ് ഈ അറസ്റ്റിലായ ഡോക്ടേഴ്സിന് വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഉമർ നബി എന്ന് പറയുന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബി എന്ന വ്യക്തി, അദ്ദേഹം തുർക്കി ഇസ്താംബുൾ സന്ദർശിച്ചതായി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് വിവരമുണ്ട്. അതൊരു വെറും സൗഹൃദ സന്ദർശനമാണോ, കാഴ്ചകൾ കാണാനുള്ള സന്ദർശനമാണോ, എന്തെങ്കിലും മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നത് ന്യായമായ ഒരു സംശയമാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തുർക്കി ഒരു നിർണായക നിലപാടെടുത്തു. പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാടാണ്. കാശ്മീർ വിഷയത്തിലും വർഷങ്ങളായി തുർക്കിയുടെ നിലപാട് പാകിസ്ഥാന് അനുകൂലവും ഇന്ത്യക്ക് വിരുദ്ധവുമായ ഒരു നിലപാടാണ്. അങ്ങനെയെങ്കിൽ തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, ഇപ്പോൾ എർദോഗാൻ എന്ന തുർക്കി പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ടു എന്ന രീതിയിലല്ല, മറിച്ച് തുർക്കി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംവിധാനങ്ങൾ, ഭീകര മോഡ്യൂളുകളോ സംവിധാനങ്ങളോ ഇന്ത്യയിലെ ജയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാകുമോ? അവരുടെ ഇൻ്റർലക്യൂട്ടറായി പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകുമോ? അതുകൊണ്ടൊരു ട്രാൻസ് നാഷണൽ നെറ്റ്വർക്ക്, ഭീകരരുടെ ഒരു രാഷ്ട്രാന്തര ശൃംഖല ഇവിടെ അൺട്രാവൽ ചെയ്യപ്പെടുന്നു എന്ന ഏർലി സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് തുർക്കി ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നു. കൂടുതൽ അന്വേഷണം ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തലത്തിൽ ഈ നയതന്ത്രപരമായി ഏറ്റെടുക്കേണ്ട വിഷയങ്ങളാണ്. കാരണം ഇപ്പോൾ തുർക്കിയുമായി യുദ്ധം പ്രഖ്യാപിച്ചൊന്നും മുന്നോട്ട് പോകാനാവുന്ന ഒരു നിലയിലല്ല. കാരണം തുർക്കി ഭാരതവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല. മധ്യപൗരസ്ത്യ പ്രദേശവും കഴിഞ്ഞ് വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് തുർക്കി. പക്ഷേ തുർക്കിയിൽ ഒരുപാട് ഇന്ത്യ വിരുദ്ധരായ ഒരുപാട് ചിന്തകൾ ഈ അടുത്ത കാലത്ത് തുർക്കിയിൽ കടന്നുകൂടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധ, ഭാരത വിരുദ്ധതയുടെ ഒരു വലിയ സ്ഥിരാകേന്ദ്രമായി തുർക്കി മാറുന്നു എന്ന ഒരു ആശങ്ക കുറേ കാലമായി ഭാരതം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ ഭാരതമെടുക്കുന്ന നിലപാടുകൾ, വിരുദ്ധമായ നിലപാടുകൾ കുറേ കാലമായി
ടർക്കി എന്ന രാജ്യം എടുക്കുന്നു എന്നത് തീർച്ചയായും ആശങ്കപ്പെടുത്തേണ്ട കാര്യമാണ്. കാരണം ഇവരെല്ലാം ഡോക്ടേഴ്സാണ്. ഒരുപാട് ഇന്ത്യയിൽ നിന്നും ഒരുപാട് മെഡിക്കൽ പ്രൊഫഷണലുകൾ തുർക്കി ബന്ധമുള്ള ആളുകളുണ്ട്. അവർ എല്ലാവരും തന്നെ ഭീകരബന്ധമുള്ളവരാകണമെന്നില്ല. അതുകൊണ്ട് ഇത് പലരും വിനോദയാത്രയാണ്. തുർക്കി ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണല്ലോ. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് അതുകൊണ്ടാണ്. ടർക്കിയിലേക്കുള്ള യാത്രാ രേഖകൾ എല്ലാം പക്കയായിരിക്കും. പക്ഷേ അവിടെ ചെന്ന് എന്താണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്, അവിടെ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ടിങ് ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ തീവ്രവാദികളുടെ ശൃംഖല തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർക്കുള്ള സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങൾ അതെത്തുന്നത് ഒഴിവാക്കുക എന്നതാണ്. അതുപോലെ ഫണ്ടിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഫണ്ടിങ് ഒരുപക്ഷെ ഇപ്പോൾ ഡിമോണിറ്റൈസേഷനൊക്കെ ശേഷം കർശനമായ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്ക് വഴി നടക്കുന്നത് കൊണ്ട് ഈ അനധികൃത ഈ ഹവാല പണം ഉൾപ്പെടെ വന്ന് കുമിയുന്നത് ഏറെ കുറഞ്ഞിട്ടുണ്ട് എന്നത് ശുഭോദർക്കമായ കാര്യവുമാണ്. പക്ഷേ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത 20 ഡിറ്റോണേറ്ററുകൾ അവരുടെ കൈവശമെത്തിയത്? 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അവരുടെ കൈവശമെത്തിയത് എങ്ങനെ? AK-47 ഉൾപ്പെടെയുള്ള റൈഫിളുകൾ ഒരു കാറിൽ നിന്ന് പിടിച്ചെടുത്തു. അത് ആ ഒരു ലേഡി ഡോക്ടറുടെ കാറിൽ നിന്നാണ്. അത് അവരുടെ ബോയ് ഫ്രണ്ടിൻ്റെ കസ്റ്റഡിയിലാണ് അതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകൾ ചൂഴ്ന്നു നിൽക്കുന്ന ഇടത്ത് തുർക്കി ബന്ധം അങ്ങനെ ഏത് രീതിയിലാണ് പാൻ ഔട്ട് ചെയ്യുന്നത്? തുർക്കിയും പാകിസ്ഥാനും രംഗത്ത് വരുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ. യെസ്, ശ്രീ മോഹൻ വർഗീസ്, മറ്റൊരു ചോദ്യം വരുന്നത് ഈ അൽ ഫലാഹ് എന്ന് പറയുന്ന ഈ ഫരീദാബാദിലെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ ചെങ്കോട്ടയിലെ ആക്രമണത്തിന് ശേഷം വൈറ്റ് കോളർ ടെററിസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു വിഷയം വളരെ സജീവമായി ചർച്ചയാകുകയാണ്. ഒരുപക്ഷേ ഈ ഭീകരശക്തികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തി വിജയിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് മൊഡ്യൂൾ എന്നുള്ളത്. നമ്മൾ പല രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഡോക്ടർമാരും അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ബഹുമാനം ലഭിക്കുന്ന ആളുകൾ ചാവേറുകളായി പോയി ജനങ്ങൾക്കിടയിൽ പൊട്ടിത്തെറിക്കുന്ന വാർത്തകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. ഇപ്പോഴിതാ നമ്മുടെ രാജ്യത്തും ഇത് വളരെ സജീവമാണ് എന്ന് സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്നതായ വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ഒരു സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഈ ഒരു ഭീകരപ്രവർത്തനത്തിൻ്റെ വേരുകൾ, ആ ഒരു വിഷയത്തിൽ അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു? അൽ ഫിലാൽ സർവകലാശാല ശ്രദ്ധാകേന്ദ്രമാകുന്ന അവസരമാണ്. അതൊരു മെഡിക്കൽ കോളേജ് മാത്രമല്ല, അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന നിലയിൽ തുടങ്ങുകയും കൂടുതൽ സ്ഥാപനങ്ങൾ വരികയും സാധാരണക്കാർക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യുന്ന ഒരു വിശാലമായ ഏതാണ്ട് 600 പരം ഏക്കർ ചെതറി നിൽക്കുന്ന ആ ഒരു വിശാലമായ സാമ്രാജ്യം ഫരീദാബാദിൽ, അതിൻ്റെ മറവിൽ ഒരുപക്ഷെ അൽ ഫലാൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്കോ ഭരണ വിഭാഗങ്ങൾക്കോ ഒക്കെ അറിവില്ലാത്ത രീതിയിൽ രഹസ്യമായി ചില ഓപ്പറേഷനുകൾ നടന്നിരുന്നു എന്നാണിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ജമ്മു ആൻഡ് കാശ്മീർ ലഫ്റ്റനൻറ്റ് ഗവർണർ പിരിച്ചുവിട്ട 2023 പിരിച്ചുവിട്ട ഒരു ഡോക്ടർ പിന്നീട് വന്നത് അൽ ഫലാൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അപ്പോൾ ആ ഒരു ജമ്മു ആൻഡ് കാശ്മീർ ബന്ധം അൽ ഫലാൽ ഒരുപാട് വിദ്യാർത്ഥികൾ, കാശ്മീരി വിദ്യാർത്ഥികൾ പഠിക്കുകയും ജോലി ചെയ്യുകയും ഡോക്ടേഴ്സായി ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇടമാണ് ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജ്. അപ്പോൾ അങ്ങനെ ഒരു ഇടം ഒരു വൈറ്റ് കോളർ ടെററിന് അനുയോജ്യമായ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. നോക്കൂ, ഇവിടെ വൈറ്റ് കോളർ ടെററിസം എന്ന പദം ഇവിടെ കേട്ടു തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ 9/11/2001 മുതൽ യഥാർത്ഥത്തിൽ വൈറ്റ് കോളർ ടെറർ എന്ന സങ്കല്പം സജീവമാണ്. കാരണം അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ സെപ്റ്റംബർ 11, 2001 ട്വിൻ ടവേഴ്സ് വേൾഡ് ട്രേഡ് സെൻറ്റർ, അതുപോലെ പെൻറ്റഗൺ, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയെല്ലാം തകർക്കാൻ ഉപയോഗിച്ച വിമാനങ്ങൾ പറത്തിയ വൈമാനികർ അവർ തീർച്ചയായും എഞ്ചിനീയേഴ്സാണ്, പൈലറ്റ്സാണ്, ടെക്നോക്രാറ്റുകളാണ്. അതുകൊണ്ട് ഈ മുൻകാലങ്ങളിൽ തീവ്രവാദികൾ, ഭീകരർ എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ ആളുകളല്ല, ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത വളരെ ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളിൽ നിന്നും തീവ്രവാദികളെ സെലക്ട് ചെയ്യുന്നു, ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്നു. അത് പഴങ്കഥയായി മാറിയിരിക്കുന്നു. വിദ്യാസമ്പന്നർ, സമൂഹത്തിൽ വിലയും നിലയും ഉള്ള ഡോക്ടേഴ്സിനെ പോലെയുള്ള ആളുകൾ, അവരിലേക്ക് ഇതിറങ്ങിച്ചെല്ലുന്നു. അവരെ ഉപരിതലത്തിൽ മാന്യമായ ജീവിതം നയിക്കുന്നു. അതുകൊണ്ടാണ് അവരെ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത്. പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ അവർ സജീവമായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന പ്രതീതിയാണ് അവിടെ ജനിക്കുന്നത് ശ്രീ ഗൗതം. അതുകൊണ്ടാണ് ഇപ്പോൾ അൽ ഫലാൽ യൂണിവേഴ്സിറ്റി ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. അതുകൊണ്ടാണ് ഇനി അൽ ഫലാൽ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ, ഫരീദാബാദിന് പുറത്തേക്ക് ഒരുപക്ഷെ മറ്റ് ഇടങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിലും മറ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇതുപോലെയുള്ള സ്ലീപ്പർ സെല്ലുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇതൊക്കെ കൂടുതൽ അന്വേഷണത്തിന് വിധേയമാകേണ്ട കാര്യമാണ്. രാജ്യം ജാഗരൂകരായി നിൽക്കേണ്ട അവസരമാണ്. കാരണം പൊതുവെ എല്ലാം ശാന്തം എന്ന് തോന്നുമ്പോഴും
ഉപരിതലത്തിന് താഴെ പുകയുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണോ രാജ്യം സ്ഥിതി ചെയ്യുന്നത്? അത് നിർണായകമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അതുകൊണ്ട് ഈ ഭീകരതയെ മുളയിലെ നുള്ളുക എന്ന ഒരു സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ അടിവേരറക്കുന്ന രീതിയിലേക്ക് അന്വേഷണ ഏജൻസികളുടെ നോട്ടം എത്തേണ്ടതാണ് എന്ന ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണിത്. വലിയ അത്യാഹിതം ഒഴിഞ്ഞു പോയി എന്ന് രാജ്യത്തിന് ഇപ്പോൾ സമാശ്വസിക്കാം. പക്ഷേ ഇതിൻ്റെ രീതിശാസ്ത്രം പരിഗണിക്കുമ്പോൾ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച്, അവരുടെ ആത്യന്തിക ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിയിൽ വരുമ്പോൾ രാജ്യം ഞെട്ടിവിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചിരുന്നുവെങ്കിൽ 32 ഇടങ്ങളിൽ സ്ഫോടനം, നേരത്തെ ഉദ്ദേശിച്ച ഈ രാമക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം, അതുപോലെ ചെങ്കോട്ട, അതേപോലെ തന്നെ മറ്റ് നിർണായക ഇടങ്ങൾ, ഇവിടങ്ങളിലെല്ലാം സ്ഫോടനം നടത്താനിരുന്ന പദ്ധതി വിജയിച്ചിരുന്നുവെങ്കിൽ വലിയ കലാമിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക്, ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഡാമേജ് ഇത്രയും കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നുകൂടി നമ്മൾ ഈ തരുണത്തിൽ ഓർത്തിരിക്കണം.